CJPയുടെ നേതാവ് അഭിജിത്ത് ദീപ് കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇന്നലെ ഒരു സ്ത്രീ വന്നിട്ട് മഷി കുടഞ്ഞു. മഷി ഒഴിച്ചിട്ട് പോയി. വലിയ പ്രതിഷേധമാണ് ജന്തർ മന്ദറിലുണ്ടായത്. ഇന്നലെ ജന്തർ മന്ദറിൽ ഈ പറയുന്ന സമരം നടത്തുന്ന CJPയുടെ നേതാക്കൾ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരുടെ അണികൾ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പറയുന്ന സോനം വാങ്ചുക്കിനെ വന്ന പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി വലിയ ബഹളം ഉണ്ടായി. അവിടെ ബഹളം വെക്കുകയാണ്, ഉള്ള പാറ്റകളൊക്കെ കൂടി ബഹളം വെച്ചു. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഈ അഭിജിത്ത് ദീപ് കെ ആൾക്കാർ അണികളെയൊക്കെ സംബോധന ചെയ്യുന്ന സമയത്ത് വന്നിട്ട് മഷി ഒഴിക്കുകയാണ്. മഷി ഒഴിക്കുമ്പോൾ ഉണ്ടായ കാരണം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഈ മഷി ഒഴിച്ച സ്ത്രീയുടെ പേര് ബർഖ ത്രേഹൻ എന്നാണ്. ബർഖ ത്രേഹൻ ഉന്നയിച്ച ഗുരുതര ആരോപണം എന്ന് പറയുന്നത് ഈ CJPയുടെ സമരം നടക്കുന്നത് ഇവിടെ വെറും സമരമല്ല, ഇവിടെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് എന്ന ഗുരുതര ആരോപണമാണ് അവർ ഉന്നയിച്ചത് എന്നുള്ളതാണ്. എന്താണ് ആരോപണത്തിനകത്ത് പറയുന്നത്? ഇവിടേക്ക് സ്ത്രീകളെത്തുന്നു, കുട്ടികളെത്തുന്നു. കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെയാണ് അവർ ഉദ്ദേശിച്ചത്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രായമില്ലാത്ത ഏതാണ്ട് ടീനേജേഴ്സ് മുതൽ ഒരു 10-22 വയസ്സ് വരെയൊക്കെയുള്ള വിദ്യാർത്ഥികളായിട്ടുള്ളവർ. പിന്നെ അതോടൊപ്പം തന്നെ ആരെത്തുന്നുണ്ട്, യുവതികളെത്തുന്നുണ്ട്. ഇവരെയൊക്കെ തന്നെ CJPയുടെ നേതാക്കൾ ഈ പറയുന്ന ആൾക്കൂട്ടമുണ്ടല്ലോ, ഇതൊരു ആൾക്കൂട്ടമാണ്, ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു ആശയമോ ഒന്നും ഉള്ളവരല്ല എന്നുള്ളതാണ്. ഈ ആൾക്കൂട്ടം ഇവരെ ആക്രമിക്കുന്നു, ഈ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് ബർഖ ത്രേഹൻ പറഞ്ഞ ഗുരുതരമായ ആരോപണം. ലൈംഗിക പീഡനം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ചൂഷണം ചെയ്യുന്നു, ബലാത്സംഗമാണ്, ഒരു റേപ്പ് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. എന്താണ് ഈ സമരങ്ങളുടെയൊക്കെ സ്വഭാവം? ഒരു സമരം ചെയ്യുന്ന ഒരു സംഘടനയ്ക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അവർ പ്രവർത്തിക്കുന്നത് എന്ത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ബോധം വേണം. നയിക്കാൻ കരുത്തുറ്റ പക്വതയുള്ള ഒരു നേതൃത്വം വേണം. ഇതൊന്നുമില്ലാത്ത വെറും ആൾക്കൂട്ടം ഒരു കാര്യവുമില്ലാതെ കാരണവുമില്ലാതെ വെറുതെ സമരം എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. എന്താണ് അവരുടെ ഡിമാൻഡ്? എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നീറ്റ് പരീക്ഷയിലുണ്ടായ പ്രശ്നങ്ങളാണ്. നീറ്റ് പരീക്ഷയിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയെല്ലാം തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നീറ്റ് പരീക്ഷയിലെ പ്രശ്നം എന്ന് പറയുന്നത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായതാണ്. അത് ശരിയായി പരിഹരിച്ചു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തി, അതിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്തു. വിജയിച്ചവരുണ്ട്, അവരെല്ലാവരും പറയുന്നുണ്ട്. ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ പറയുന്നു ഒരു കുഴപ്പവുമില്ലായിരുന്നു നീറ്റ് പരീക്ഷയ്ക്കെന്നാണ്. എന്നിട്ടും ഇവരെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്? ഈ പറയുന്ന സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, ആ മഹാൻ ആരാണ്? അതായത് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ ഹിന്ദു വംശഹത്യ നടത്തിയ കൊലപാതകി, ഒരു നരാധവനായിട്ടുള്ള മുഹമ്മദ് യൂനിസിനൊപ്പം കെട്ടിപ്പിടിച്ചു നിന്ന് ഫോട്ടോ എടുത്ത ആളാണ്. പാകിസ്ഥാൻ സന്ദർശനം നടത്തി എന്തിനാണ് സോനം വാങ്ചുക്ക് എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ സോനം വാങ്ചുക്കിന്? അപ്പോൾ ഇന്ത്യ വിരുദ്ധമായ ചില തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യാത്ത സമരമായിരുന്നു ഇവരുടേത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത്. സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ 4-3-7 പാർട്ടികൾ അവിടെ കൂടിയെന്നതിനപ്പുറത്തേക്ക് ഒന്നുമേ നടക്കുന്നില്ല. അതിനുശേഷമാണ് ഈ പറയുന്ന അഭിജിത്ത് ദീപ് കെയുടെ അടുത്ത് വന്നിട്ട് ബർഖ ത്രേഹൻ ഈ മഷി ഒഴിക്കുന്നത്. ബർഖ ത്രേഹൻ മഷി ഒഴിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളിവിടെ ബലാത്സംഗമാണ് നടത്തുന്നത്, നിങ്ങളിവിടെ പീഡനമാണ്. പകൽ നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു? സമരം നടത്തുന്നു, സമരം എന്ന വ്യാജം നടത്തുന്നു. ആ വ്യാജത്തിന് ശേഷം രാത്രിയിൽ നിങ്ങൾ പീഡനം നടത്തുന്നു, ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഇതിനൊന്നും മറുപടിയില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇവിടുത്തെ പത്രവും കൊടുക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ഉള്ളിലായിട്ട്. ഇതിൻ്റെ ഒരു വാർത്തയുടെ വിശദാംശങ്ങളുമില്ല, ഒരു അന്ത്യചർച്ചയിലുമില്ല. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ എടുത്തു കാണിക്കാൻ വേണ്ടി പല പത്രങ്ങൾക്കും, ഈ പറയുന്ന കോട്ടയം ആസ്ഥാനമാക്കിയുള്ള പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ പലതിനും ഇത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ സമരം നടത്തുന്നവർ ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് ബർഖ ത്രേഹൻ പറയുന്നുണ്ട്. ബർഖ ത്രേഹൻ്റെ വാക്കുകൾ വളരെ ശരിയാണ്. അവർ കൃത്യമായിട്ടാണ് പറയുന്നത്. ജനങ്ങൾ ഇവരെ പറ്റിക്കുകയാണ്. പീഡനം മാത്രമല്ല, ജനങ്ങളെ കൂടി പറ്റിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് ഇവർ ആലങ്കാരികമായി പുറമേ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇവർക്ക് പറയാനില്ല എന്നുള്ളതാണ്. എന്താണ് രാജ്യത്തിൻ്റെ നേരിടുന്ന പ്രശ്നങ്ങൾ? എന്താണ് രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ഇവർ സമരത്തിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്? ഒന്നുമില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ, ഈ പറയുന്ന അഭിജിത്ത് ദീപ് കെയുടെ നേതാവ്, വന്ന് നിന്നിട്ട് പറയുകയാണ് സോനം വാങ്ചുക്കിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണം.
അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കാനോ? ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരാണ് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരിക്കുന്നത്. അല്ലാതെ വഴിയെ കൂടെ പോകുന്നവരെ പിടിച്ചിട്ട് വിദ്യാഭ്യാസ മന്ത്രിയാക്കാനോ ഇല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാക്കാനോ രാജ്യരക്ഷാ മന്ത്രിയാക്കാനോ ഒന്നും ഇത് രാജഭരണമല്ല നടക്കുന്നത്. അത് ഡൽഹിയിൽ രാജാവാണ് താൻ എന്ന് വിചാരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരം എന്താണ്? അവിടെ 5 സ്റ്റാർ ഫുഡ് കഴിച്ചാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത്. സോനം വാങ്ചുക്ക് മാത്രം പട്ടിണി കിടക്കുന്നു. ബാക്കി എല്ലാവരും 5 സ്റ്റാർ ഫുഡ് കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് അങ്ങനെ കിടക്കുന്നു. ആരൊക്കെയായിരുന്നു? അഭിജിത്ത് ദീപ്കെ. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെയാണ് ആ റിലേ സത്യാഗ്രഹം ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇവിടെ പകൽ സമരം എന്ന് പറയുന്നു, വൈകുന്നേരം ഈ പീഡനം, ചുംബനമേള അതുപോലുള്ള പരിപാടികളൊക്കെയാണ്. നമ്മുടെ ചുംബന സമരത്തിൻ്റെ സമയത്ത് നിന്ന് കേട്ടതാണ് അരാജകത്വത്തിൻ്റെ യാതൊരു വിധമായ ധാർമ്മിക ബോധവുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ വെറും ആഭാസത്തരമായിട്ടുള്ള സമരങ്ങൾ മാത്രമായിരുന്നു അതെന്നുള്ള ജനങ്ങൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇവയൊക്കെ ഈ പറയുന്ന മഴയത്ത് കിളിർക്കുന്ന കൂണുപോലെ വന്ന് ഇല്ലാതായി പോകുന്നതിൻ്റെ കാരണം ഇതിന് അടിത്തറയോ ആശയത്തിൻ്റെ പിൻബലമോ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. CAA വിരുദ്ധ സമരം ഷഹീൻ ബാഗിൽ നടന്നല്ലോ. അവിടെ ദിവസം ബിരിയാണി കൊടുത്തൊക്കെയാണ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ സമയത്ത്. അത്തരത്തിലൊരു സമരം നടത്തിയിരുന്നു അവിടെ നിന്നിട്ട് കലാപമുണ്ടാക്കി. ആ കലാപത്തിൻ്റെ ആൾക്കാരെ കൊന്നു എന്നുള്ളതും വാസ്തവമാണ്. അങ്ങനെ കലാപമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡൽഹി കലാപത്തിൻ്റെയൊക്കെ ആസൂത്രണ കേന്ദ്രമായിട്ട് ഈ സമരവേദികളൊക്കെ പലപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ CAA വിരുദ്ധ സമരത്തിനിടയ്ക്ക് ആരോപണം വരുന്നത് പല സമരക്കാരികളും അവിടെ വന്നവർ പലരും ഗർഭിണികളായി എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇവരൊക്കെ ഗർഭിണികളാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമരമുറകളുടെയൊക്കെ കുഴപ്പം തന്നെ അതാണ് എന്നുള്ളതാണ്. അതിനുശേഷം അതിന് നമ്മൾ മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാസയിൽ 24 മണിക്കൂർ ബോംബ് വീണുകൊണ്ടിരിക്കുന്നു, ചുറ്റും സ്ഫോടനങ്ങൾ നടക്കുന്നു, മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ 10,000-കണക്കിന് ഗർഭിണികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലും ഈ അവസ്ഥയിലുമൊക്കെ തന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടോ എന്ന് ചോദിക്കുന്ന ഒരു സിനിമയിലെ ചോദ്യമുണ്ടല്ലോ, അതേ നമുക്കും ചോദിക്കാൻ കഴിയുള്ളൂ. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന നിരന്തരമായ ആക്രമണവും യുദ്ധവും സമരവും നടക്കുമ്പോഴും ഇവരുടെ മനസ്സിൽ നടക്കുന്ന വികാരങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ വിവാദം നടന്നിരുന്നപ്പോൾ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആ ജില്ലാ കമ്മിറ്റി അംഗത്തോട് പണ്ടൊരിക്കൽ ചോദിച്ചിരുന്നല്ലേ, ഇവിടെ ഇത്രയും വലിയ വിവാദം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇതായിരുന്നല്ലേ പരിപാടി എന്ന് ചോദിച്ചിരിക്കുകയും പിന്നീട് അവർ ആ ഭരണാധികാരത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ടി വരികയും നാണം കെട്ട് തോൽക്കുകയൊക്കെ ചെയ്തത് ചരിത്രം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെയും ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മറ്റൊരു കാര്യം അടുത്തതിലേക്ക് വരാം. പണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ സ്റ്റാച്യുവിൽ ഒരു സമരം നടന്നിരുന്നു. പഴയ നക്സലൈറ്റുകളുടെയൊക്കെ മക്കളും പല നക്സലൈറ്റുകളും ഒക്കെ ആയിരുന്നു അന്ന് ആ സമരത്തിലുണ്ടായിരുന്നത്. ആ സമരത്തിൻ്റെ രാത്രിയിലുള്ള ദൃശ്യങ്ങൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം കേട്ടോ, ഈ രാത്രി സമരത്തിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ചാനൽ ഷൂട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്തു. ഇവർ രാത്രിയായപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തിയിരുന്ന ആൾക്കാർ അവിടെ നിന്ന് പൊതുസ്ഥലത്ത് അവിടെ നിന്നുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നു, ചുംബനം നടത്തുന്നു, അവർ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇതൊക്കെയായിരുന്നു ആ സമരവേദിയിൽ കണ്ടത്. അവർ കെട്ടിപ്പിടിച്ച് കിടക്കുകയോ കെട്ടിപ്പിടിക്കാതെ കിടക്കുകയോ അവരവിടെ ചുംബിക്കുകയോ ചുംബിക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. കൈരളി TV വിഷയമായിരുന്നു കേട്ടോ, വലിയ പ്രശ്നമായിരുന്നു. അവരവിടെ പൊതുസ്ഥലത്ത് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സമരത്തിൻ്റെ രീതികളൊക്കെ ഇതാണ് എന്നാണെന്ന് കൈരളി TV പറഞ്ഞത്. നമ്മളല്ല പറഞ്ഞത്, ജനൻ TV അല്ല പറഞ്ഞത്, ഈ പറയുന്ന സംഘി ചാനലുകളോ പത്രങ്ങളോ ജന്മഭൂമിയോ ഒന്നും അല്ല പറഞ്ഞത്, കൈരളി TV ആണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകൾ, ശരിയായ കമ്മ്യൂണിസ്റ്റുകൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ നക്സലൈറ്റുകളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ സമരത്തിനെതിരെ അന്ന് വീഡിയോ പകർത്തി സംപ്രേഷണം ചെയ്ത കാര്യമാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ നമ്മളിതിലില്ല, അവർ തമ്മിലല്ലേ, അവർ തമ്മിൽ അടിച്ചോട്ടെ, നമ്മളിത് ഇവിടെ ഇല്ല, അന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെ നമ്മൾ കണ്ടതേ ഉള്ളൂ, നമ്മൾ മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സമരങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. യോനി കവാടം ഒരുക്കി വെച്ചിട്ട് അതിനുള്ളിലൂടെ കടന്ന് നടത്തിയ സമരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആർപ്പോ വിളിച്ചുള്ള സമരങ്ങൾ. ഈ സമരങ്ങളുടെയും ഒക്കെ പിന്നിലെ സ്വഭാവം ഇല്ലെങ്കിൽ അതിൻ്റെ രീതി ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഗുരുതരമായിട്ട് പറയുന്നത്. അഭിജിത്ത് ദീപ്ക്കെതിരായിട്ട് ട്രോളുകൾ വരുന്നു. രണ്ട് പെൺകുട്ടികൾ വന്നു നിൽക്കുന്നു, അവരോട് നമ്പർ ചോദിക്കുന്നതിൻ്റെ നമ്പർ എഴുതിക്കുള്ളൂ, വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്പർ കൊടുക്കുന്ന അഭിജിത്ത് ദീപ്കയുടെ സംഭാഷണവും ഇപ്പോൾ ട്രോളായിട്ടൊക്കെ വരുന്നുണ്ട്. ഏതായാലും CJPയുടെ സമരം എന്ന് നടക്കുന്നിടത്ത് ലൈംഗിക പീഡനമാണ് നടക്കുന്നത് എന്നുള്ള ഗുരുതര ആരോപണമാണ് ബർഖ ത്രേഹൻ ഉന്നയിച്ചിരിക്കുന്നത്.
പീഡനം നടക്കുന്നു എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കുന്ന സമരമാണ് നടക്കുന്നത്. ശരിക്കും സമരം എന്നൊന്നും പറയാനില്ല. സമരമാണെങ്കിൽ അതിന് വ്യക്തമായ ഒരു ആശയ അടിത്തറയുണ്ടായിരിക്കും. ഞങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്, ഞങ്ങൾ ബോണസ് കിട്ടാനാണ് സമരം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ശമ്പളം കൃത്യമായിട്ട് കിട്ടാനാണ്, ഞങ്ങൾ ശമ്പള വർധന വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ അഴിമതിക്കെതിരെ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കെതിരെ. ഇങ്ങനെയായിരിക്കാം. ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ആവശ്യവുമില്ലാതെ, ഒരു കാരണം പോലും പറയാതെ, വ്യക്തമായിട്ട് കാരണം പോലും ഇല്ലാതെ സമരം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് മാത്രമാണ് CJP. അതുകൊണ്ടാണ് അവർക്ക് പൊതുജന പിന്തുണ കിട്ടാത്തത് എന്നുള്ളതാണ്. അതുകൂടി ഇന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരെ പുകഴ്ത്തിക്കൊണ്ട് 4, 3, 7 പേരൊക്കെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, ചില കപട ബുദ്ധിജീവികൾ, വ്യാജന്മാരൊക്കെ. അവർ പോലും ആരുടെയും പിന്തുണ ലഭിക്കാതെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലഭിക്കുന്നുണ്ട് ചില പിന്തുണകൾ, ജിഹാദികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ഈ ഭീകരപ്രവർത്തനം നടത്തുന്ന ജിഹാദികളുണ്ടല്ലോ, അവർക്ക് ഈ നാട്ടിലെ ഭരണം, ഈ നാട് മുന്നേറുന്നത്, ഈ നാട്ട് പുരോഗമിക്കുന്നത്, അതിൻ്റെ വളർച്ച ഒക്കെ തന്നെ അറിയാം. അതറിയുമ്പോൾ കണ്ണുകടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജിഹാദികൾക്ക് ഇതെല്ലാം ചുട്ടരിച്ച് കത്തിച്ച് നളന്തയും തക്ഷശിലയും ഒക്കെ കത്തിച്ചതുപോലെ കത്തിച്ച് കളയാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുന്നുണ്ട്. അങ്ങേയറ്റം നുരഞ്ഞു പൊങ്ങുന്ന വിഷത്തിൻ്റെ, പകയുടെ, വിരോധത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, മതഭ്രാന്തിൻ്റെ ആ ജിഹാദ് ഉണ്ടല്ലോ, അതുള്ളവർക്ക് ഈ രാജ്യം നശിച്ചു കാണാനും ഈ നാട് നശിച്ചു കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. അവർക്ക് ചിലർക്ക് ഇത് വലിയ സമരമായിട്ട് തോന്നിയേക്കാം. സോനം വാങ്ചക്ക് ഒരു വ്യാജനാണ് എന്നുള്ളത് ഇവിടെ തെളിയുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ സംഘമാണ് CJP എന്ന് പറയുന്ന ആൾക്കൂട്ടം. അത് ജന്തർ മന്തറിൽ നടത്തുന്ന ലൈംഗിക അരാജകത്വങ്ങൾ ഇത് തന്നെയാണ്. പണ്ട് JNUവിലെ സമരങ്ങൾ ഓർമ്മയില്ലേ? അതിൻ്റെ കഥകളും പിന്നിൽ നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ഈ CJP സമരവും എന്ന് ഇതോടെ വ്യക്തമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.